ഇന്ന് നമുക്ക് ഓവനില്ലാതെ ഒരു കേക്ക് എങ്ങനെ ബേക്ക് ചെയ്യുന്നതെന്ന് നോക്കാമേ. അപ്പോൾ കേക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഓവൻ ഇല്ലാത്തത് കൊണ്ട് ഇതുവരെ അത് ചെയ്യാൻ മടിച്ച് മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കണേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് 1.5 കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയൊക്കെ അളന്നെടുക്കുന്ന രീതിയൊക്കെ ഞാൻ മുന്നേ ഉള്ള വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കുമ്പോൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇത് മൂന്നും കൂടി ഒരുമിച്ചിട്ടിട്ട് ഇതേപോലെ നല്ലതുപോലെ 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം. അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സായി വരും. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ട് നമ്മൾ മൈദ എത്രയാണ് എടുത്തത് അതേ അളവ് തന്നെയാണ് നമുക്ക് പഞ്ചസാരയും കൂടെ എടുക്കേണ്ടത്. പൊടിച്ച പഞ്ചസാര 1.5 കപ്പ് പൊടിച്ചതിന് ശേഷമുള്ള അളവാണ്. അത് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതും എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് മുട്ട എടുക്കാം. 1 കിലോയ്ക്ക് സാധാരണയായിട്ട് നമ്മൾ 4 മുട്ടയല്ലേ എടുക്കാറുള്ളത്. അങ്ങനെ വരുമ്പോൾ 1.5 കിലോയ്ക്ക് 6 മുട്ട. പക്ഷേ ഞാനിവിടെ ഓർത്തില്ല, 4 മുട്ട മാത്രം പൊട്ടിച്ചൊഴിച്ച് 1.5 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു, അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ബീറ്റ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ അത് ഒരു അളവ് കുറവായിട്ട് തോന്നി. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ 4 മുട്ടയെ ഒഴിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ, അതായത് ഒരുപാട് ബീറ്റായി വന്നില്ല, കുറച്ചൊക്കെ ഒന്ന് കളർ വ്യത്യാസം വന്നു തുടങ്ങി. എന്നിട്ട് പഞ്ചസാരയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ബാക്കി 2 മുട്ടയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നല്ലോണം കുറച്ച് നേരം കൂടെ ഒന്ന് മിക്സ് ആക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ആ രണ്ടാമത് ഒഴിച്ച മുട്ട പിന്നെ ഒഴിച്ചു കൊടുത്തത് അത് കുറച്ചും കൂടെ ഒന്ന് ബീറ്റായി വരാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത ശേഷമാണ് പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തത്. ഞാൻ അപ്പോഴും ഓർത്തത് ഭാഗ്യമായി, ഇല്ലെങ്കിൽ ഞാൻ ആ 4 മുട്ടയിൽ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കുമായിരുന്നു. എന്തായാലും ആ നല്ല സമയത്ത് ഞാൻ ഓർത്തത് കൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പഞ്ചസാരയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. മുട്ട പൊട്ടിച്ചൊഴിച്ച് ഉടനെ അല്ല കേട്ടോ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് വീഡിയോ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞ് സ്പീഡാക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. അത് നല്ലോണം മിക്സായ ശേഷമാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത ശേഷം നല്ലോണം കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എങ്കിലേ പഞ്ചസാര നല്ലോണം മെൽറ്റായി വരുള്ളൂ. അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയ ശേഷം പിന്നെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു 4.5 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയാൽ മതി. പിന്നെ ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം, അത്ര ടൈം മാത്രം മതി. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഓവൻ ഇല്ലാതെ ഈ കേക്കൊന്നും ബേക്ക് ചെയ്തെടുക്കാനേ പറ്റില്ല, അതൊക്കെ സാധിക്കുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഇങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഉപ്പെല്ലാം ഇട്ടിട്ട് ചെയ്യൂലേ, ഈ പാത്രത്തിൽ ഉപ്പിട്ട് അത് നല്ലോണം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് ബേക്ക് ചെയ്യുന്ന, അങ്ങനെ ഞാൻ ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോന്ന് നമ്മൾ പരീക്ഷിച്ച് കണ്ടുപിടിക്കുന്നതാണല്ലോ. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചതാണ്. പിന്നെ ഇതേപോലെ ഒരു ബിരിയാണി പോട്ട് വെച്ച് കൊടുത്തിട്ട് അതിലൊരു റിങ് വെച്ച് കൊടുത്ത് എനിക്ക് ഉപ്പിടുന്നേക്കാളും പിന്നെ കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളതും പെട്ടെന്ന് ബേക്കായി വരുന്നതും ഇതാണ്. ഇപ്പം ഞാൻ ഓവനില്ലാതെ ബേക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ടൈമിലാണ് കേട്ടോ ഞാൻ ഓവനായാലും ഇതേപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുന്ന പാത്രമായാലും പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. അതായത് നമ്മൾ ഓയിൽ മിക്സ് ചെയ്ത ശേഷം പിന്നെ ബീറ്റർ ഓഫ് ആക്കുമല്ലോ, ആ ടൈമിൽ ഈ പോട്ടിലാണ് ഞാൻ സ്ഥിരമായിട്ട് കേക്ക് ബേക്ക് ചെയ്യുന്നത്. അതായത് ഓവൻ യൂസ് ചെയ്യാത്തപ്പോൾ. ഫ്ലെയിം എപ്പോഴും ഹൈ ഫ്ലെയിമിലായിരിക്കും നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. എന്നിട്ട് ഇതേപോലെ റിങ് വെച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കുക. ഞാനിവിടെ പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നത് നിങ്ങളത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ വെച്ച് കൊടുത്തതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇതേപോലത്തെ ഒരു ടിന്നാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അലുമിനിയം ടിന്നല്ല, അതുകൊണ്ടാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം ഞാൻ ആദ്യമൊക്കെ ഇതേപോലെ റിങ് മാത്രം വെച്ച് കൊടുത്തിട്ട് ഈ ടിന്ന് വെച്ചിട്ട് ബേക്ക് ചെയ്ത് നോക്കി. ആ സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ അതിൻ്റെ അടിഭാഗം, അതായത് കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോയി. അങ്ങനെ വന്നപ്പോൾ ഞാനിപ്പോൾ ഇതേപോലൊരു സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റ് ബേക്കായി വന്നു. കാരണം ചൂട് എനിക്ക് തോന്നുന്നു നല്ലതുപോലെ ചൂട് തട്ടിയിട്ട് ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോയതാണ്. കാരണം അലുമിനിയം ടിന്ന് പോലെയല്ല, ഇതിൻ്റെ കട്ടി കുറവാണ്, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നീട് ഞാൻ ഇങ്ങനെ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുത്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് തന്നെ അടിഭാഗം കരിയാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ഈ ടിന്നിൽ ബേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇതേപോലൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കും. അലുമിനിയം ടിന്നാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി പോട്ട് അവിടെ പ്രീഹീറ്റായി വരുന്ന ടൈമിൽ നമുക്ക് മൈദ മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദ ഇതേപോലെ കുറേശ്ശായിട്ട് അതിൻ്റെ മുകളിൽ ഒന്നുകിൽ അരിച്ചിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതേപോലെ വിതറി ഇട്ട് കൊടുത്താലും മതി. അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തെറിയുന്ന പോലെ ഇട്ട് ഇതിൻ്റെ മുട്ട പൊങ്ങി നിൽക്കുന്നുണ്ടല്ലോ അതങ്ങ് താഴ്ന്നു പോകാതെ ഇളം ചൂടുള്ള വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പാലായാലും അതേ അളവിൽ എടുത്താൽ മതി. 1/4 കപ്പും പിന്നെ ഒരു ടീസ്പൂണും കൂടെ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇടവിട്ട്, അതായത് മൈദയുടെ മിക്സ് ഇടുക, എന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് വീണ്ടും മൈദയുടെ മിക്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ മിക്സാക്കി എടുത്ത ശേഷം അവസാനം മൈദയുടെ മിക്സ് ആയിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. അതെല്ലാം കൂടി ഇട്ട് കൊടുത്തൊന്ന് നല്ലോണം മിക്സാക്കി എടുത്തിട്ട് പിന്നെ നമുക്ക് ഇതേപോലെ സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കണം. ആ മുട്ടയുടെ ഇത് താഴ്ന്നു പോകരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അതായത് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നേരത്തെ തന്നെ ടിന്ന് റെഡിയാക്കി വെക്കണം. ഞാൻ ആദ്യമേ തന്നെ കേക്ക് ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ടിന്നിന് കുറച്ച് കട്ടി കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ പ്ലേറ്റ് വെച്ച് കൊടുത്തത്.
അപ്പോൾ അലുമിനിയം ടിന്നാണെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. ബാറ്ററിൻ്റെ അവസാനം വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് സെൻറ്ററിൽ ഒഴിച്ചു കൊടുക്കരുത്, അതൊന്ന് സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതെന്തെന്നറിയാമോ? ആ സെൻറ്ററിൽ നമ്മൾ ഒഴിക്കുന്നത് കൊണ്ടാണ് അവിടെ കുഴിഞ്ഞു പോകും, സെൻറ്റർ ഭാഗം കുഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതൊന്ന് സൈഡിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ സ്ക്വയർ കൊണ്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് എയർ ബബിൾസ് എല്ലാം കളയാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ലിഡിലൊരു ഹോൾ ഉണ്ടാവുമല്ലോ, അതൊന്ന് അടച്ചു കൊടുക്കണേ. അതായത് ഒരു പേപ്പറോ ബട്ടർ പേപ്പറോ ന്യൂസ് പേപ്പറോ എന്തായാലും കുഴപ്പമില്ല, അത് വെച്ചിട്ട് നല്ലോണം ഒന്ന് അത് ടൈറ്റാക്കി ഒന്ന് അടച്ചു കൊടുക്കണം. ഇത് അടച്ചു കൊടുക്കാൻ മറക്കല്ലേ, അടച്ചില്ലെങ്കിൽ ഇതുവഴി ഉള്ളിലുള്ള ചൂടെല്ലാം പുറത്ത് പോയിട്ട് കേക്ക് ബേക്കാവാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചത് ഹൈ ഫ്ലെയിമിലല്ലേ, അപ്പോൾ അതിൽ നിന്ന് ഞാൻ പെട്ടെന്ന് തന്നെ സിമ്മിലേക്ക് മാറ്റി കൊടുക്കാറില്ല. ഞാൻ അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്, അതായത് എനിക്ക് പെട്ടെന്ന് തന്നെ കേക്ക് ബേക്കായി വന്നിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഹൈ ഫ്ലെയിമിൽ നിന്ന് ഒരു 2-3 മിനിറ്റ് ഞാൻ നോർമൽ ഫ്ലെയിമിലാക്കി കൊടുക്കും. അതായത് സിമ്മിലേക്ക് മാറ്റാതെ ഹൈ ഫ്ലെയിമിൻ്റെയും സിമ്മിൻ്റെയും ഇടയ്ക്കുള്ളൊരു ഫ്ലെയിം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഒരു 2-3 മിനിറ്റ് വെച്ച് കൊടുത്തിട്ട് പിന്നെ സിമ്മിലേക്ക് മാറ്റി കൊടുക്കുമ്പോൾ ഒരു 30-35 മിനിറ്റ് കൊണ്ട് കേക്ക് നല്ലോണം ബേക്കായി വരും. അതായത് പെട്ടെന്ന് തന്നെ സിമ്മിലേക്ക് മാറ്റി കൊടുക്കില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്തു നോക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നെ ഓരോ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഫ്ലെയിമും ഓരോ രീതിയിലായിരിക്കും, വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ 1-2 കേക്കൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മുടെ സ്റ്റൗവിൻ്റെ ആ ഫ്ലെയിം അനുസരിച്ച് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി കൊടുക്കുന്നതും ടൈമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഞാനും ഒരുപാട് വീഡിയോസ് കണ്ടെങ്കിലും എൻ്റെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഫ്ലെയിം നോക്കിയിട്ട് എനിക്കൊരു ടൈമും കണക്കും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഈ മെത്തേഡ് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഐഡിയ വരുമല്ലോ, അപ്പോൾ ആ മെത്തേഡ് ഫോളോ ചെയ്ത് പോയാൽ മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള 3 ലെയർ ആരും കേക്ക് ഉണ്ടാക്കാനുള്ള ആഗ്രഹം ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട, ധൈര്യമായിട്ട് ചെയ്ത് നോക്കിക്കോ. 1-2 ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നോളും. ഓവനില്ലാതെ ഇതൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ ചെയ്തൊക്കെ പഠിച്ചിട്ട് പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഓവനൊക്കെ വാങ്ങിയത്.